ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് പ്രശ്നം ഉണ്ടായത് പാകിസ്ഥാന്റെ പല പ്രവിശ്യകളിലും ഈ പാകിസ്ഥാൻ താലിബാൻ ഭയങ്കര സ്ട്രോങ്, അവരുടെ വെപ്പണമുണ്ട്. ഇവർ ഈ ബോർഡർ പോസ്റ്റ് നോക്കുന്ന അകത്തു നിന്ന് വടി പുറത്തു നിന്ന് വടി പല ഭാഗത്ത് വടി മൾട്ടിപ്പിൾ ആയിട്ടാണ്. കാരണം പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാന്റെ അകത്താണ്. അതിൻ്റെ പല നേതാക്കളും മാത്രമേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനിൽ. ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആ ടെറിട്ടറി മുഴുവനും പാകിസ്ഥാനിൽ ലിബറേറ്റ് ചെയ്യാൻ അപ്പുറത്ത് ബലൂച്ചുകാർ. ഇങ്ങനെയാണ് ഈ അടി പോകേണ്ടത്. ഇവിടെ ഇന്ത്യ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ചബാർ എന്ന് പറഞ്ഞ പോർട്ട്, അത് ഇറാനിയൻ പോർട്ടാണ്. ആ പോർട്ട് അതിൻ്റെ സാങ്ഷൻ എന്ന സംഭവം അമേരിക്കയുടെ നിന്ന് മാറ്റിയെടുക്കുക. കാരണം ആ അഫ്ഗാനിസ്ഥാനിലോട്ട് സാധനങ്ങൾ പോകേണ്ട ആ റൂട്ടിലാണ്. കാരണം അഫ്ഗാനിസ്ഥാനുമായിട്ട് അവർക്ക് ആഹാരവും ഭക്ഷണവും ഈ പറയുന്ന പോലെ ആംബുലൻസും ഇതും പിന്നെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും പല ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നല്ല പ്രോക്സി ആയിട്ട് അവരെ കൊണ്ടുവരാം. കൂടുതലും ഇവരെ അടുപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഈ താലിബാൻ പിടിച്ചെടുത്ത സമയത്ത് ഇവരുടെ പല നേതാക്കളും പറഞ്ഞ് അടുത്ത നാളെ കാശ്മീർ പിടിക്കാൻ പോവാണ്. കൃത്യമായിട്ട് കാശ്മീർ എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നടത്തി ഇവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ച് ഏറ്റവും നല്ലതായി. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇവരൊരു ഇസ്ലാമിക ബ്ലോക്കിന്റെ ഭാഗമായിട്ടാണ് സുന്നി. പക്ഷേ ഈ താലിബാൻ്റെ അകത്ത് സുന്നികളുമുണ്ട്, മറ്റ് പല ഭാഗക്കാരും കുർഗിസ്ഥാൻ അങ്ങനെയുള്ള പല പോരാളികളും ഈ പറയുന്ന മിലിറ്റൻ്റ് എല്ലാം കൂടി ഒരുമിച്ചുള്ള സംഭവമാണ്. ഇതിനകത്ത് പല വാർലോഡുകളുണ്ട്. ഓരോ പ്രദേശവും ഓരോ സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ,